സൗദ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയല്ലേ. ഫർളായ ഹജ്ജ് നിർവഹിച്ചതിന് ശേഷം സൗദ ബീവി തീരുമാനിച്ച തീരുമാനം തന്നെ എന്താണെന്നറിയോ? ഞാനിതാ ഹജ്ജ് എന്റേത് ഫർള് നിർവഹിച്ചു, ഇനിതാ വീട്ടിലേക്ക് കയറുന്നു. ഇനി എൻ്റെ ഈ ശരീരം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞാൻ എന്നാണോ മരിക്കുന്നത്, റൂഹ് എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നത് അന്ന് മാത്രമായിരിക്കും. സൗദാ ബീവിയുടെ നാടേടെ ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗാണോ? അല്ല വല്ല ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ ആണോ? കൊല്ല ഹജ്ജിനും ഉംറക്കൊക്കെ പോയിക്കൂടായിരുന്നോ? പിന്നെന്തേ സിയാറത്തിനും മറ്റൊക്കെ അറിയാത്തോണ്ടാണോ? അല്ല, പിന്നെന്തേ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജന തബറജൽ ജാഹിലിയത്തിൽ ഊലാ. അവർക്കറിയാം ഹിജാബ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് എവിടെയും ഇറങ്ങാം എന്നല്ല, എവിടെയെങ്കിലൊക്കെ ഇറങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഹിജാബ് ഇടണം എന്നാണ് നിയമം എന്ന് അവർക്കറിയാം. മനസ്സിലാകുന്നില്ലല്ലോ പറയുന്നു? ഉണ്ട്. ഓക്കെ, അമ്മമാരെ ശ്രദ്ധിക്കണം. എല്ലായിടത്തും ഇങ്ങനെ പോവുക, ഉള്ള ഉറൂസും ഡെക്കറേഷനും പൊരിയും ഹലുവയും കണ്ടെടുത്ത് ഇങ്ങനെ താത്താമാരെടുക്കുക. ഹിജാബ് ഇട്ടാൽ എല്ലായിടത്തും പോവാന്ന് ആരാ പറഞ്ഞ നിയമം? ശ്രദ്ധിക്കണം. നമ്മെ ഒരു അന്യപുരുഷൻ കണ്ട് ആ ഹറാമിന് നമ്മൾ കാരണക്കാരായാൽ നമുക്കായിരിക്കും ആഖിറത്തിൽ കുറ്റമുണ്ടാവുക. ശ്രദ്ധിക്കണം. ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ അസ്സവാജിറിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ കണ്ണുകൊണ്ട് ചെയ്യുന്ന തെറ്റാണ് ഹറാമ് കാണുക, അന്യ പെണ്ണിനെ കാണുക എന്നുള്ളത്.